ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. RRB NDPC JEE എക്സാമുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എക്സാമുകളിൽ ഒരുപാട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിസോണസ്റ്റ് ഡീലറിന്റെ ടോപ്പിക്. നമ്മൾ അരിത്തമെറ്റിക്കിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ചെയ്തു. അതുപോലെ തന്നെ അതിൽ ടോപ്പിക് വൈസ്, അതായത് നമ്മൾ എക്സാം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതുപോലെ ഇലക്ഷന്റെ പ്രോബ്ലംസ് നമ്മൾ രണ്ടും ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ വേറെ ഞാൻ ഒരുപാട് മലയാള ചാനലിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു എക്സാം ലെവൽ മനസ്സിലാക്കുക. നിങ്ങൾ 2016 വന്ന NDPC ലെവൽ ആയിരിക്കത്തില്ല ഒരിക്കലും 2024 അല്ലെങ്കിൽ 2025 എക്സാമിന് വരുന്നത്. 2016 എക്സാം അല്ലെങ്കിൽ 2018 നടന്ന എക്സാമിന്റെ 2020 നടന്ന എക്സാമിന്റെ പാറ്റേൺ ആയിരിക്കത്തില്ല 2025. കാൽക്കുലേഷൻ ഒക്കെ നല്ല കൂടുതലുണ്ടായിരിക്കും. പഠിക്കുമ്പോൾ ആ ഒരു ലെവലിലുള്ള ക്ലാസ്സിലെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാവർക്കും പറയാനുള്ള കാര്യങ്ങളാണ്. ആ ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലും മോഡറേറ്റ് വന്നാലും ഡിഫിക്കൽട്ട് വന്നാലും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ദയവായിട്ട്, ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്നതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷനേ ഉള്ളൂ. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ഡിസോണസ്റ്റ് ഡീലറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴുള്ള ആ ഒരു രീതികളും കാര്യങ്ങളും ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ക്ലാസ്സിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. ഇത് ഓൺലൈൻ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം എന്ന് ഉള്ളവർ കംപ്ലീറ്റ് ആയിട്ട് സെറ്റായിട്ട്, അതും വെറുതെ അല്ല, സെറ്റായിട്ട് പഠിക്കണം എന്നുള്ളത്. നിങ്ങൾ PSC ഒക്കെ കഴിഞ്ഞ് വരുന്നവരായിരിക്കും. പക്ഷേ ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലാസ് എടുത്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യും. നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മുടെ ടോപ്പിക് എന്താ? ഡിസോണസ്റ്റ് ഡീൽ. ഡിസോണസ്റ്റ് ഡീലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഒരു സബ് ടോപ്പിക് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർസെന്റേജ് എന്താണെന്ന് അറിയണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ ഡിസോണസ്റ്റ് ഡീലർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഇനി ഞാൻ എന്താണ് ഈ ഒരു ഡിസോണസ്റ്റ് ഡീലർ എന്ന് പറഞ്ഞത്? ഡിസോണസ്റ്റ് ഡീലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കടയിൽ പോകും. ഇപ്പൊ ഞാനൊരു കടയിൽ പോവാണ്. ഞാൻ കടയിൽ പോയിട്ട് ഞാൻ പറയുന്നു, ഈ ഡിസോണസ്റ്റ് ഡീലർ, അതായത് ചതിക്കുന്ന ഒരാളാണ്, അതായത് കള്ളം കാണിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുവാണ്? കടയിൽ പോകും. ഞാൻ കടയിൽ പോയിട്ട് പറയുവാണ്, എനിക്ക് 1 കിലോ അരി വേണം. 1 കിലോഗ്രാം, അതായത് 1000 ഗ്രാം എത്ര വേണം, എന്ത് വേണം? അരി എനിക്ക് വേണം. ഈ കടയിൽ പോയിട്ട് ഞാൻ പറയും. അപ്പൊ ഈ കടക്കാരൻ പറയുന്നത് അയാൾ ലാഭമൊന്നും എടുക്കുന്നില്ല. ഞാൻ ലാഭമൊന്നും എടുക്കുന്നില്ല. എനിക്ക് എത്ര രൂപയായോ, എനിക്ക് 1 കിലോ അരിക്ക് എത്ര രൂപയാണോ ചെലവായത്, അതിനെയാണ് നമ്മൾ അയാളുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. എനിക്ക് എത്രയാണോ 1 കിലോ അരിക്ക് ചെലവായത്, ഞാൻ അത്രയും രൂപയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഈ 1 കിലോ അരി ഞാൻ തരാമെന്ന് പറയും. എനിക്ക് 1 കിലോ അരി തരാമെന്ന് പറയും. ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നു. അതായത് 1 കിലോ അരി ഞാൻ ചോദിച്ചു. 1 കിലോ അരിക്ക് അയാൾ എൻ്റെ എത്ര രൂപ വാങ്ങിച്ചു? 100 രൂപ വാങ്ങിച്ചു. 100 രൂപ വാങ്ങിച്ചു. ഞാൻ എത്ര രൂപ കൊടുത്തു? 100 രൂപ ഞാൻ കൊടുത്തു. 100 രൂപ അയാൾക്ക് കൊടുത്തു. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ പറയുവാണ്, അയാൾക്ക് 20% ലാഭമുണ്ട്. 20% അയാൾക്ക് എന്തുണ്ടായി? ലാഭമുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ 1 കിലോ അരി വാങ്ങാൻ പോയി, കടയിൽ പോയി 1 കിലോ അരി വാങ്ങാൻ പോയി. ശ്രദ്ധിച്ച് കേൾക്കുക. 1 കിലോ അരി വാങ്ങാൻ പോയിട്ട് അയാൾ എനിക്ക് 1 കിലോ തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുന്നു, ഞാൻ ലാഭവും നഷ്ടമൊന്നും എടുത്തിട്ടില്ല. എനിക്ക് കിട്ടിയ എത്ര രൂപയ്ക്കാണോ എനിക്ക് അരി കിട്ടിയത്, 1 കിലോ അരി കിട്ടിയത്, അത്രയും തന്നെ നിങ്ങൾ എന്തിനാണ് വിൽക്കുവാണ്. പക്ഷെ എനിക്ക് എന്ത് സംഭവിച്ചു? 100 രൂപ കൊടുത്തു. പക്ഷെ അയാൾക്ക് അൾട്ടിമേറ്റ് ആയിട്ട് എന്തുണ്ട്? അയാൾക്ക് 20% ലാഭമുണ്ട്. അപ്പൊ 100 രൂപയുടെ അയാൾ പറയുന്ന 1 കിലോയുടെ അരിയുടെ അതേ വിലയ്ക്ക് തന്നെയാണ് ഞാൻ വിറ്റത്. ഇവിടെ ലാഭവും നഷ്ടമൊന്നും പാടില്ല. പക്ഷേ എങ്ങനെയാണ് ഇവിടെ 20% പ്രോഫിറ്റ് വന്നത്? ഇയാൾ എന്ത് ചെയ്യും? ഇയാളുടെ അളവുണ്ടല്ലോ, തൂക്കുന്ന വെയിങ് മെഷീനിൽ അല്ലെങ്കിൽ വെയിറ്റിൽ എന്ത് ചെയ്യും? അയാള് കള്ളം കാണിക്കും. അല്ലെങ്കിൽ ഫോൾട്ടി ആയിട്ടുള്ള വെയിറ്റ് എന്ത് ചെയ്യും? അതായത് ഇപ്പൊ നോക്ക് അയാൾക്ക് 20% എന്ത് വേണം? പ്രോഫിറ്റ് വേണം. 20% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എന്താണ് അയാൾ ചെയ്തതെന്ന് പറയാം. 20% പ്രോഫിറ്റ് അയാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ എന്താണ് ചെയ്തതെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ 20% പ്രോഫിറ്റ് ഉണ്ടോ?
എന്തോ ആയിക്കോട്ടെ 20% പ്രോഫിറ്റ് കിട്ടും, 20% പ്രോഫിറ്റ് അല്ലെങ്കിൽ 25% പ്രോഫിറ്റ്, അല്ലെങ്കിൽ 25% പ്രോഫിറ്റ് പോയിന്റ് വരുന്നതാണ് 25% പ്രോഫിറ്റ്. അപ്പൊ ഇയാൾ എന്താ ചെയ്തെന്ന് നോക്കി, 1000 രൂപയ്ക്ക് അല്ലെങ്കിൽ 1000 ഗ്രാമിന് അയാൾക്ക് കിട്ടി, 1000 ഗ്രാം അയാൾക്ക് കിട്ടി. പക്ഷെ അയാൾ എന്ത് ചെയ്തുള്ളൂ, അയാളുടെ കയ്യിൽ നിന്നും തൂക്കിയ സമയത്ത് 1 കിലോ അരി എന്ന് പറഞ്ഞ് എനിക്ക് തന്നത് എത്ര ഗ്രാമേ തന്നിട്ടുള്ളൂ, അയാള് 800 ഗ്രാമേ തന്നു. അതായത് ഈ ഒരു സമയത്ത് എന്റെ അടുത്ത് പറയുന്നു എനിക്ക് തന്നത് 1 കിലോ അരിയാണ്, പക്ഷെ അയാൾ ഈ വെയിറ്റിൽ എന്ത് ചെയ്യുന്നു, കള്ളം കാണിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആളെയാണ് ഡിസോണസ്റ്റ് ഡീലർ എന്ന് പറയുന്നത്. വെയിറ്റില് കള്ളം കാണിച്ചിട്ട് എന്താ ചെയ്യുന്ന അയാൾ എനിക്ക് 800 ഗ്രാമിന്റെ അരിയെ തരുന്നുള്ളൂ, 1000 ഗ്രാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് 800 ഗ്രാമേ തരുന്നുള്ളൂ. അതായത് അയാളുടെ കയ്യിൽ നിന്നും പോകുന്ന 800 ഗ്രാമിന്റെ പൈസയാണ്. 800 ഗ്രാം അരിക്ക് എത്ര രൂപ അയാൾക്ക് കോസ്റ്റ് ആവുമോ അത്രയും രൂപയാണ് അയാളുടെ കയ്യിൽ നിന്നും പോകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അയാൾക്ക് കിട്ടുന്ന എത്രയാണ്, എന്റെ കയ്യിൽ നിന്നും അയാൾക്ക് കിട്ടുന്ന എത്രയാണ്. ഇവിടെ നമുക്ക് ധൈര്യമായിട്ട് പറയാം, അയാളുടെ കയ്യിൽ നിന്നും പോകുന്നത്, കയ്യിൽ നിന്നും പോകുന്ന പൈസ പോകുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, അയാൾക്ക് കിട്ടുന്നത് എന്താണ്, 1000 ഗ്രാമിന്റെ പൈസ കിട്ടും. അതായത് നമുക്ക് റേഷ്യോ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇവിടെ 200 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 4:5. അയാളുടെ കയ്യിൽ നിന്നും 4 യൂണിറ്റ് ആണ് പോകുന്നതെങ്കിൽ, 4 യൂണിറ്റിന്റെ പൈസയാണ് പോകുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന എത്രയാണ്, 5 യൂണിറ്റിന്റെ പൈസയാണ്. അതായത് എത്ര രൂപ ലാഭം, 1 യൂണിറ്റ് ലാഭം എത്രല്ലേ, 4 യൂണിറ്റ് കയ്യിൽ നിന്ന് പോകുന്നത്. കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ എപ്പോഴും പ്രോഫിറ്റ് പറയുന്നത്. അതായത് 25% ലാഭമാണ്, പ്രോഫിറ്റ് ആണ്. നിങ്ങൾ റേഷ്യോ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 200 ഗ്രാമിന്റെ ലാഭമാണ് ഉണ്ടാവുന്നത്, എത്രല്ലേ, 800 ഗ്രാം. റേഷ്യോ എടുക്കുമ്പോൾ 1/4 ഇൻറ്റു 100 ചെയ്താൽ ചെയ്യാം. പെർസെന്റേജിന്റെ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ പെർസെന്റേജ് ദിശ അക്കാഡമി സെർച്ച് ചെയ്തിട്ട് ആ ക്ലാസ് കണ്ടേക്കുക, ആ ഡൗട്ട് അങ്ങ് തീർത്തേക്കും. 1/4 എന്ന് പറഞ്ഞാൽ 25% പ്രോഫിറ്റ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡിസോണസ്റ്റ് ഡീലറിന്. അപ്പൊ ഇതാണ് ഡിസോണസ്റ്റ് ഡീലറിന്റെ കൺസെപ്റ്റ്. ഇനിയിപ്പം ഇയാള് ഓൾറെഡി ഒരു 20% ലാഭത്തിനാണ് അയാൾ വിൽക്കുന്നതെന്ന് കൂടെ പറയണം. അതായത് ഓൾറെഡി അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, 20% ലാഭത്തിന് അയാൾ പ്രോഫിറ്റ് അയാൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതായത് കോസ്റ്റ് പ്രൈസിൽ നിന്ന് 20% ലാഭത്തിന് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതായത് 100 രൂപയുടെ സാധനം അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളെങ്കിൽ അയാൾ 100 രൂപയുടെ സാധനം എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. 120 രൂപയ്ക്ക് ഉള്ള സാധനം 120 രൂപ അയാൾക്ക് കിട്ടുന്നുണ്ട്. 100 രൂപയുടെ സാധനം പോകുന്നുള്ളൂ, 120 രൂപ അയാൾക്ക് കിട്ടുന്നുണ്ട്. അതാണ് 20% പ്രോഫിറ്റ് ഓൾറെഡി ഉണ്ട്. ഇനി രണ്ടാമത്തെ കേസിൽ ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കള്ളം കാണിക്കുന്നു. 800 ഗ്രാം കൊടുത്തിട്ട് കയ്യിൽ നിന്ന് 800 പോയാൽ 1000 ഗ്രാമിന്റെ പൈസ അയാൾ വാങ്ങുന്നു. അപ്പോൾ ഓവറോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇത് 100 ഗുണം 800 കയ്യിൽ നിന്ന് പോയാൽ 120 ഗുണം 1000 കൈ കിട്ടും. നമുക്ക് റേഷ്യോ മതി. നമുക്ക് കോസ്റ്റ് പ്രൈസിന്റെയും അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്നതിന്റെയും കിട്ടുന്നതിന്റെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് പറയാം. അതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചാപ്റ്ററിലുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലാസ് കണ്ടിട്ടില്ലാത്തവര് പ്രോഫിറ്റ് ആൻഡ് ലോസ് ദിശ അക്കാഡമി സെർച്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾ PSC ക്ലാസ്സിൽ കണ്ടിട്ടുള്ള മാത്സ് അല്ല, കോമ്പറ്റേറ്റീവ് എക്സാമിനുള്ള മാത്സ് വ്യത്യാസമുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനുള്ള മാത്സ് വ്യത്യാസമുണ്ട്. ആ രീതിയിൽ തന്നെ പഠിച്ചിരിക്കും. അപ്പൊ ഇവിടെ നോക്ക് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ എഴുതിയാലും കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയും. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 5 വെച്ചിട്ടുമ്പോൾ ഇവിടെ 20 വെച്ചിട്ടുമ്പോൾ ഇവിടെ 5, 20 വെച്ചിട്ടുമ്പോൾ 6, പിന്നെ എന്ത് ചെയ്യാം, 200 വെച്ചിട്ടുമ്പോൾ ഇവിടെ 4, 200 വെച്ചിട്ടുമ്പോൾ 5, ഈ 5 ക്യാൻസൽ ചെയ്യാം. 4ലും 6നകത്ത് കോമൺ ആണ്, 2ഉം ഇവിടെ 3യും വരും. അതായത് 2:3 നമുക്ക് വരും. അതായത് 2 അയാളുടെ കയ്യിൽ നിന്ന് പോയാൽ അതിൽ കിട്ടുന്നത് എത്രയാണ്, 3 കിട്ടുന്നത്. അപ്പോ ഇവിടെ ഈ ഫോൾട്ടി വെയിറ്റും തെറ്റ് ആയിട്ടുള്ള ആ ഒരു ഫോൾട്ടി വെയിറ്റും അതേപോലെ അയാളുടെ ഒറിജിനൽ ആയിട്ടുള്ള അയാൾക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് കൂടെ ചേർത്ത് 20% പ്രോഫിറ്റ് അയാൾക്ക് അല്ലാതുള്ള ഈ കള്ളത്തിലൂടെ കാണിച്ചപ്പോൾ അയാൾക്ക് എത്ര പ്രോഫിറ്റ് വന്നു, 2ൽ നിന്ന് 3 കിട്ടുന്നു. അതായത് 1/2 പ്രോഫിറ്റാണ്. 1/2 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനോ, 1/2 എത്ര ശതമാനം എന്നൊക്കെ അറിയണം. നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കാണ് പഠിക്കുന്നത്, പെർസെന്റേജ് അല്ല പഠിക്കുന്നത്. പെർസെന്റേജ് ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചത്. ഇപ്പായിട്ട് ആ ക്ലാസ്സിലൊക്കെ ഒന്ന് കാണുക കേട്ടോ. ഒരുപാട് പേർക്ക് ക്ലാസ്സിലൊന്നും കണ്ടിട്ടില്ല, ഇതൊന്നും അറിയില്ല. ഇത്രയും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകളാണ് ഉള്ളത്, ഇതിനൊക്കെ ഇത്ര വാല്യൂ ഉണ്ടെന്ന് അറിയില്ല. 1/2 എന്ന് പറഞ്ഞാൽ 2/1 100 50% പ്രോഫിറ്റ് ആയിക്കൊണ്ടായി. എന്തുകൊണ്ടാ, 20% പ്രോഫിറ്റ് വിറ്റോണ്ടിരുന്ന ഒരാൾക്ക് 50% പ്രോഫിറ്റ് ആകാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു, ഫോൾട്ടി ആയിട്ടുള്ള തെറ്റായിട്ടുള്ള കള്ളം കാണിച്ചു, വെയിറ്റില് കള്ളം കാണിച്ചു. നമ്മൾ എഴുതുന്നത് എങ്ങനെയാ, ഫോൾട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസോണസ്റ്റ് ഡീലറിന്റെ പ്രോബ്ലംസ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, കയ്യിൽ നിന്നും പോകുന്നത് ലെഫ്റ്റ് സൈഡ് എഴുതുക, കിട്ടുന്നത് റൈറ്റ് സൈഡ്. ഇതൊരു മെത്തേഡായിട്ട് വിചാരിക്കുക. ഇനി നിങ്ങളുടെ റെയിൽവേ എക്സാംസുകളിൽ 2018 ശേഷം വന്നിട്ടുള്ള ഡിസോണസ്റ്റ് ഡീലർ എന്ന് പറയുന്ന ടോപ്പിക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഡിസ്കസ് ചെയ്യാൻ പോവാണ്.
നമുക്ക് കൺസെപ്റ്റ് എല്ലാം നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുക ഇവിടെ. എ ഡീലർ ഈസ് പ്രൊഫസിംഗ്, അയാൾ പറയുന്നു പ്രൊഫസിംഗ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ്. അയാൾ പറയുന്നത് അയാൾ കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നത്, എനിക്ക് ലാഭവും നഷ്ടമൊന്നുമില്ല, ആദ്യത്തെ കടക്കാരന്റെ കൂട്ട്. പക്ഷേ വെയ്സ് 900 ഗ്രാം ഇൻ പ്ലേസ് ഓഫ് 1000 ഗ്രാം, അല്ലെങ്കിൽ 1 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ അവൻ എത്ര ലാഭം കിട്ടും? നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിന്റെ ആൻസർ ഒന്ന് എനിക്ക് പറഞ്ഞു തന്നെ, ഏത് ഓപ്ഷൻ കിട്ടുമെന്ന് പറഞ്ഞു തന്നെ. എന്ത് കിട്ടും ആൻസർ? എന്താ കിട്ടുന്നത് നോക്ക്. അയാളുടെ കയ്യിൽ നിന്ന് പോകുന്ന എത്ര? 900. ഞാൻ കടയിൽ വന്ന് വാങ്ങുവാണ്, 900 ഗ്രാമേ അയാൾ തൂക്കുന്നുള്ളൂ. എത്ര ഞാൻ ചോദിച്ചേ? 1000 ഗ്രാം. 1000 ഗ്രാമിന്റെ പൈസ. വേറെ ലാഭമൊന്നുമില്ല, എക്സ്ട്രാ ആയിട്ട് ലാഭമൊന്നുമില്ല, കോസ്റ്റ് പ്രൈസിലാ വിൽക്കുന്നതെന്നാണ്. അപ്പൊ നമുക്ക് എന്ത് മതി? റേഷ്യോ എടുത്താൽ മതി. 900, 1000 അങ്ങനെ എടുക്കാം. എപ്പോഴും നിങ്ങൾ പെർസെന്റേജ് കാണാനാണെങ്കിൽ റേഷ്യോ എടുത്താൽ മതി. അയാളുടെ കയ്യിൽ നിന്നും 9 യൂണിറ്റ് പോയാൽ റേഷ്യോക്ക് എന്താ ചെയ്യേണ്ടത്? കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയും. ഇവിടെ 100 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്. 9:10 അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നത് 9 യൂണിറ്റിന്റെ ആണെങ്കിൽ, സാധനമാണെങ്കിൽ കിട്ടുന്ന എത്ര? 10 രൂപയാണ്. 10 യൂണിറ്റ് കിട്ടും. 10 യൂണിറ്റ് പോയാൽ 10 യൂണിറ്റ് കിട്ടും. ലാഭം എത്രയാണ്? 1 ലാഭം, 1 രൂപ ലാഭം, അല്ലെങ്കിൽ 1 യൂണിറ്റ് ലാഭം. എത്രല്ലേ? ഇപ്പോഴും കോസ്റ്റ് പ്രൈസിലാണ് നമ്മൾ ലാഭം നോക്കുന്നത്. അടക്കാൻ 1/9 എന്ന് പറഞ്ഞാൽ 11 1/11%. ഇത് നമ്മൾ പെർസെന്റേജ് ക്ലാസ്സിൽ പഠിച്ചാണ്. ഓരോ പെർസെന്റേജ് വാല്യൂ എല്ലാം സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സിൽ ഡെയിലി ഇടുന്ന കാര്യമാണ്. 11.9% ആണ് അയാളുടെ ലാഭം. മനസ്സിലായി? ഇനി നമ്മൾ എല്ലാ ക്വസ്റ്റിനും വളരെ വേഗത്തിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ. എ ഡിസോണസ്റ്റ് ഡീലർ സെല്ലർ ക്ലെയിംസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിലാണ് വിൽക്കുന്നതെന്നാണ് അയാൾ പറയുന്നത്. നിങ്ങൾക്ക് ഓരോ എക്സാമിന്റെ പേര് നോക്കാം. യെസ്, ഇത് ഗ്രൂപ്പ് ഡിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 2022. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് 1000 ഗ്രാംസ് ഹി യൂസസ് 850 ഗ്രാം. അയാൾ നോക്കേ 850 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ, പക്ഷെ എത്രന്റെ പൈസ കിട്ടുന്നുണ്ട്? 1000 ഗ്രാമിന്റെ പൈസ കിട്ടുന്നുണ്ട്. നമ്മൾ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ എടുക്കുകയാണെങ്കിൽ 5 വെച്ചോടെ ക്യാൻസൽ ചെയ്താൽ 17:20. ബാക്കി പ്രശ്നമൊന്നുമില്ല. അതായത് 17 അയാളുടെ കയ്യിൽ നിന്ന് പോയാൽ അയാൾക്ക് 20 യൂണിറ്റിന്റെ പൈസ കിട്ടുന്നുണ്ടെങ്കിൽ 20 യൂണിറ്റിന്റെ പൈസ അയാൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എത്രയാണ് ഇവിടുത്തെ ലാഭം? 3 യൂണിറ്റ് ആണ് ലാഭം. എത്രയില്? 17. എന്നാൽ 100 എത്ര? ഇൻറ്റു 100 ചെയ്യുക, പെർസെന്റേജ്. 300/17 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30/17. 13നകത്ത് 17 130, 17 17 ഗുണം 7 119 ആണ്. അപ്പോ 17 പോയിന്റ് സംതിങ് വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ സി. നമുക്ക് 17 പോയിന്റ് സംതിങ് വരുന്ന ഒരു ഓപ്ഷൻ അല്ല നമ്മുടെ കയ്യിലുള്ളൂ. ഓപ്ഷൻ സി എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. കൺസെപ്റ്റ് അറിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അയാളുടെ കയ്യിൽ നിന്ന് എത്ര പോകുന്നു, അയാൾക്ക് എത്ര കിട്ടും. ഇനി ഇതിനകത്ത് എന്ത് വരും? അഡീഷൻസ് വരുന്നതെന്ന് പറഞ്ഞാല് ചിലപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കാം, അയാൾക്ക് ഓൾറെഡി പ്രോഫിറ്റ് ഉണ്ടായിരിക്കാം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ ലെഫ്റ്റിലും റൈറ്റിലും എഴുതി ആ കയ്യിൽ നിന്ന് പോകുന്നതിന്റെയും കിട്ടുന്നതിന്റെ റേഷ്യോ എഴുതി എന്ത് ചെയ്യാം? ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പെർസെന്റേജ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ചെയ്യാൻ പറ്റൂ. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു പാർട്ടാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ബേസിക് കൺസെപ്റ്റുകളും അറിയണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അത് കണ്ടുപിടിച്ച് പഠിച്ചെടുക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയാം, കോമ്പറ്റേറ്റീവ് എക്സാം, സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് വേറൊരു ലെവലിലാണ് നിങ്ങൾ പഠിക്കുന്നത്. മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ പകുതി വിജയിച്ചു വരും. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ സെൽസ് ഫ്ലവേഴ്സ് അറ്റ് 4% ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിൽ 4% നഷ്ടത്തിനാണ് വിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ കൺസെപ്റ്റ് അറിയാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഫ്രഷ് ആയിട്ട് ഒരു ടോപ്പിക്കായിട്ട് പഠിക്കാൻ പറ്റത്തില്ല. ആ ഒരു കൺസെപ്റ്റ് അറിയണം. ബട്ട് യൂസസ് 20 ഗ്രാം ഇൻസ്റ്റെഡ് ഓഫ് 25 ഗ്രാം വെയിറ്റ് ടു മെഷർ വാട്ട് ഈസ് എ പെർസെന്റേജ് പ്രോഫിറ്റ്. അപ്പൊ ഇയാൾ ആദ്യമേ എന്ത് ചെയ്യുന്നുണ്ട്? 4% ലോസിനാണ് എന്ത് ചെയ്യുന്നത്? പൂക്കൾ വിൽക്കുന്നത്. 4% ലോസ് എന്ന് പറഞ്ഞാൽ 100ന്റെ സാധനം കയ്യിൽ നിന്ന് പോയാൽ അല്ലെങ്കിൽ എത്ര വിൽക്കുന്നത്? 100 അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നതെങ്കിലും അയാൾക്ക് 96 കിട്ടും. അതാണ് ഈ 4%. അപ്പോൾ 4% എന്ന് പറഞ്ഞാൽ 1/25 ആണ് ഇതിന്റെ ഫ്രാക്ഷൻ വാല്യൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 25-ൽ 1 നഷ്ടം. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം. 25 അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നെങ്കിൽ എത്ര കിട്ടത്തുള്ളൂ? 24 കിട്ടും. ഇതിനെ നിങ്ങൾ 4 വെച്ച് ക്യാൻസൽ ചെയ്താലും അതായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് ഇതല്ല. നമ്മുടെ പെർസെന്റേജ് പഠിപ്പിക്കുകയല്ല. ഇവിടെ എന്താ പഠിപ്പിക്കുന്നത്? ഇവിടെ ഡിസോണസ്റ്റ് ഡീലറിനകത്ത് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഓൾറെഡി ലോസ് ഉണ്ട്. 25ന്റെ സാധനം 24 അയാൾക്ക് കിട്ടത്തുള്ളൂ, 24 കിട്ടത്തുള്ളൂ. പക്ഷേ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? 20 ഗ്രാമിന്റെ വെയിറ്റ് അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ.
20 ഗ്രാമേ എന്ത് ചെയ്യുന്നുള്ളൂ അയാളിൽ നിന്ന് പോകുന്നുള്ളൂ. അയാൾക്ക് എത്ര കിട്ടുന്നുണ്ട്? 25 ഗ്രാമിന്റെ ഇത് കിട്ടുന്നു. ഇതൊക്കെ പേന എടുക്കാതെ ചെയ്യാൻ പറ്റും, ഫാസ്റ്റ് ആയിട്ട് എഴുതിയിട്ട്. ഞാൻ ഇവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് തോന്നും. അതുകൊണ്ട് നമുക്ക് ഒരു മോഡറേറ്റ് ലെവലുള്ള ഇതായിട്ട് ചെയ്യാം. ഇതിലും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ ക്ലാസ്സിൽ വന്ന് പഠിക്കുവാണെങ്കിൽ ഇതിലും ഫാസ്റ്റ് ആയിട്ട് പേന എടുക്കാതെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിവിടെ ഈ ലെവൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരുപാട് ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞ് ക്ലാസ് കാണുന്നത്. അതിലെനിക്ക് താല്പര്യമില്ല. നിങ്ങളിത് പഠിക്കണം. മസ്റ്റായിട്ട് ഈ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് പഠിക്കണം. എല്ലാ ക്ലാസ്സും കണ്ട് പഠിക്കണം. ഇവിടെ കോമൺ ആയിട്ടുള്ളത് നമുക്ക് താഴെ മൾട്ടിപ്ലൈ എഴുതിയാലും ഇവിടെ നമുക്ക് 25 ഗുണം 20 റേഷ്യോ 25 ഗുണം 24 എഴുതിയാലും നിങ്ങൾ 25 വെട്ടിപ്പോയി 20-നകത്തും 24-നകത്തുള്ളത് കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളയും. അതിന്റെ കുറച്ചുകൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? മെത്തേഡ് ആണ് എല്ലാം. ഈ മെത്തേഡൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ നിങ്ങൾ എക്സും വൈ കൊണ്ട് ചെയ്തിട്ട് ഒരു കാര്യവും. ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്? എക്സും വൈ ഒന്നും ഇല്ലാതെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈ മെത്തേഡ്സ് ആണ് നിങ്ങൾ പഠിക്കണം. 25 കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്യാം. 24-നകത്ത് 4 വെച്ച് കിട്ടുമ്പോൾ 6, 20-നകത്ത് 4 വെച്ച് കിട്ടുമ്പോൾ 5. അതായത് 5 ആണ് അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നെങ്കിൽ കിട്ടുന്ന എത്രയാണ്? ലാഭം എത്രയാണ്? 1 ലാഭം. എത്രയല്ലേ? 5-ല് 1/5ന്റെ പെർസെന്റേജ് വാല്യൂ എത്രയാണ്? 20%. 5-ൽ 1 ആണെങ്കിൽ 100. 100 വെച്ച് ചെയ്യുന്നവരുണ്ട്. 1/5 20% ആണെന്ന് പെർസെന്റേജ് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് 20% അവിടെ എന്താണ്? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. എല്ലാം ഇതേ നിങ്ങളുടെ റെയിൽവേ എക്സാംസിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ എക്സാമിന്റെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കി. ഒരു ഷോപ്പ് കീപ്പർ യൂസസ് weights weighing 950 grams instead of 1 kilogram and sells good at market price which is 15% more than the cost price. Find the total percentage profit. ഇത് നമുക്ക് മനസ്സിലായി. 950 ഗ്രാമേ എന്ത് ചെയ്യുന്നുള്ളൂ അയാള് കൊടുക്കുന്നുള്ളൂ. 1000 ഗ്രാമാണ് അയാൾക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ കേസ് നോക്ക്. മാർക്കറ്റ് പ്രൈസ് വിൽക്കുന്നു, ആയിക്കോട്ടെ. അത് കോസ്റ്റ് പ്രൈസിനേക്കാളും 15% കൂടുതലാണ്. അതായത് കോസ്റ്റ് പ്രൈസ് 100 ആണെങ്കിൽ അയാൾക്ക് എത്ര കിട്ടും? മാർക്കറ്റ് പ്രൈസിനെ വിൽക്കുന്നു 15% കൂടുതലുള്ള 100 ആണെങ്കിൽ 100ന്റെ 15%. 15 115 രൂപയാണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. കോമൺ ആയിട്ടുള്ള എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്തിട്ട് ഫൈനലായിട്ടുള്ള ഓവറോൾ ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് നോക്കാം. 100ഉം ഇവിടുത്തെ 2 പൂജ്യവും കളഞ്ഞു, ഇവിടുത്തെ ഒരു പൂജ്യവും ഇവിടുത്തെ ഒരു പൂജ്യവും പോയി. 95 115 റേഷ്യോ എടുക്കുമ്പോൾ 5 വെച്ചിട്ടുണ്ട് 19, 5 വെച്ചിട്ടുണ്ട് 23. അതായത് 19 ആണ് അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നതെങ്കിൽ കിട്ടുന്ന എത്രയാണ്? 23 ആണ്. ലാഭം എത്രയാണ്? 4 യൂണിറ്റ് ലാഭം. എത്രല്ലേ? 19-ല്. എന്നാൽ 100-ൽ എത്ര? 400/19 പെർസെന്റേജ് ഇടുക. 40/19 2. ബാക്കി 20-നകത്ത് 19 ഉണ്ട്. 21 പോയിന്റ് സംതിങ്, 21 സംതിങ്. ഓപ്ഷൻ സി എന്ത് ചെയ്യാം? ബാക്കി എഴുതേണ്ട ആവശ്യമില്ല. ബാക്കി ഇഷ്ടം ഒന്നാണ്. ഇനി ഏത് ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഷോപ്പ് കീപ്പർ വീറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 20 rupees per kilo സെൽസ് വാട്ട് ഹി ബോട്ട് അറ്റ് 18 per kilo. അതായത് 18-ന് വാങ്ങിയിട്ട് അയാൾ വെക്കുന്ന എത്രയാണ്? 20-ന്. ഇനി ആൻഡ് വൈൽ സെല്ലിംഗ് ഇറ്റ് ഇൻ പ്ലേസ് ഓഫ് 1 kilogram ഗീവ്സ് ഓൺലി 900. ചെയ്യുന്നത് 18-ന് വാങ്ങിയിട്ട് 20-ന് വിൽക്കുന്നു. കയ്യിൽ നിന്ന് പോകുന്നത് 18-ന്റെ ആണ്, കിട്ടുന്നത് 20-ന്റെ 20 കിട്ടുന്നത്. ഇനി 1 കിലോയുടെ സ്ഥലത്ത് 900 ഗ്രാമാണ് കൊടുക്കുന്നത്. 900 ആണ് കൊടുക്കുന്നത്. എത്രയില്? 9 10 എഴുതാം. നൽകാൻ വേണ്ടി 1000 എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് പെർസെന്റ് കോമൺ ആയിട്ടുള്ള എല്ലാം ക്യാൻസൽ ചെയ്ത് പറഞ്ഞു. 2 പൂജ്യം 2 പൂജ്യം എഴുതേണ്ട ആവശ്യമില്ലത്. ഇനി വേറെ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ 2 വെട്ട 2 വെച്ചിട്ടുമ്പോൾ 9, 2 വെച്ചിട്ടുമ്പോൾ ഇവിടെ 10 വരും. അതായത് 9 ഗുണം 9 81 കയ്യിൽ നിന്ന് പോകുന്നു. കിട്ടുന്ന എത്ര? 10 ഗുണം 10 100. ലാഭം എത്രയാണ്? 19. ലാഭം എത്രയില്? 81-ല്. ഞാനിത് അല്ലാതെ പെർസെന്റേജിന്റെ ക്ലാസ് ആണെങ്കിൽ ഞാനിത് ഓപ്ഷൻ വെച്ച് ഞാൻ ചെയ്യിപ്പിച്ചാണ്. പക്ഷേ നിങ്ങൾ പെർസെന്റേജ് ഏത് ലെവലിലാണ് പഠിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഏത് ലെവലിലാണ് പഠിപ്പിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. എന്റെ കുട്ടികളാണെങ്കിൽ ഇതെന്ത് ചെയ്യും? ഇതിന്റെ 20% കണ്ടുപിടിക്കും. 20% എന്ന് പറഞ്ഞാൽ 16.2. 10% 8.1 ആണ്. 16.2 ആണ്. 20% അല്ല, അതിൽ കൂടുതലുണ്ട്. 16.2-നേക്കാളും 2.8 കൂടുതൽ. 2.8 എന്ന് പറയുമ്പോൾ ഏകദേശം 23-ന്റെ അടുത്ത് വരും. നമുക്ക് എന്ത് ചെയ്യും? ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കും. ഇവിടെ ഞാൻ നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരുന്നില്ല. 81-ല് 19 ആണ്. 100-ൽ എത്ര? 2 പൂജ്യം പെർസെന്റേജ് 2 162 190 81 2 വട്ടം. ഇങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. എല്ലാം ഈ ഒരു ചാനലിന്റെ ഈ ഒരു പ്ലേലിസ്റ്റിൽ തന്നെ എല്ലാം ഉണ്ട്. അത് കണ്ടും പഠിക്കാം. പഠിക്കാതെ ഒരു വഴിയില്ല. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാവുന്ന ഇതിലോട്ട് പൊക്കോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ഏത് ലെവലിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ള കാര്യം. ഈ ലെവലിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷയെങ്കിലും പ്രീവിയസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലേറ്റസ്റ്റ് ആയിട്ട്.
വർഷം എന്ന് പറഞ്ഞാൽ NTPC ലാസ്റ്റ് നടന്ന ഒരു സമയം 2021 ഗ്രൂപ്പ് ഡി ആണ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നടന്നു. കാൽക്കുലേഷന്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാംസ് എഴുതി നോക്കുക, അപ്പൊ മനസ്സിലാവും കാൽക്കുലേഷൻ എത്രത്തോളം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വട്ടം 162, ബാക്കി ഇഷ്ടം 28, 280 81 എത്ര വട്ടം 3 വട്ടം 81 3 243. നമ്മുടെ ആൻസർ 23 സംതിങ് ആയിരിക്കും. ഓപ്ഷൻ നേരത്തെ പറഞ്ഞില്ല 23 സംതിങ്. നമ്മുടെ പെർസെന്റേജ് ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യുന്നത്. എല്ലാത്തിനും വലിയ ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെ ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ എക്സാമിനൊക്കെ നിങ്ങൾ ഇത് പെയ്ഡ് ആയിട്ട് പഠിക്കുവാണ്, പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ് NTPC പഠിക്കുവാണെന്ന് വെച്ചാൽ ഫൗണ്ടേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു സെറ്റപ്പ് ആക്കും. നിങ്ങളുടെ ബേസ് ഒന്ന് സെറ്റാക്കി, കാൽക്കുലേഷൻ സ്പീഡ് സെറ്റാക്കി, നമ്മൾ നമ്പർ സിസ്റ്റം പഠിച്ച്, പെർസെന്റേജ് പഠിച്ച്, റേഷ്യോ പഠിച്ച്, പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ച്, SICA പഠിച്ച്, മിക്സഡ് അലിഗേഷൻ പഠിച്ച്, ആവറേജ് പഠിച്ച്, അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഫാസ്റ്റ് ആയിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അറിയാം. 18 പോകുന്നു 20 കിട്ടും, 9 പോകുന്നു 10 കിട്ടും, 900 കൊടുക്കുന്നു 1000 കിട്ടുന്നു, 9 പോകുന്നു 10 കിട്ടും, 81 സ്ഥാനം 100 പോകുന്നു, 19/81 വേണ്ടത്. ഓപ്ഷൻ നോക്കുന്നു, 20% 16.2, അപ്പൊ 20 കൂടുതലാണ്. 20 കൂടുതലാണെന്ന് മനസ്സിലായി. എത്ര കൂടുതൽ? 2.8 ആണ്. 2.8 എന്ന് പറഞ്ഞാൽ 0.81 ആണ് 1%. അപ്പോൾ ഇൻറ്റു 3 23 സംതിങ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ കൊടുക്കും. പക്ഷെ ഇത് ഒരുപാട് പേർക്ക് മനസ്സിലാവത്തില്ല, എനിക്കറിയാം. ഒരുപാട് പേർക്ക് ഈ ഒരു പറഞ്ഞ കാര്യം മനസ്സിലാവത്തില്ല. കാര്യം എന്തുകൊണ്ടാണ്? ആ ലെവലിൽ പഠിക്കാം. ഏത് ലെവലുള്ളവരും ആയിക്കോട്ടെ, അതിനെല്ലാം ഒരു ടൈം ഉണ്ട്. ഒരു ബേസിൽ നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പഠിച്ചു. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യും. ഡെയിലി കാൽക്കുലേഷന്റെ എക്സസൈസ് നിങ്ങൾ ചെയ്യണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മനസ്സിലായെന്ന് വിശ്വസിക്കണം. ദിവസം ചെയ്യാം. ഇത് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കി. Okay. Dishonest seller sells article at a loss of rupees 6.14% on cost price. 6/1/4 എന്ന് പറഞ്ഞാൽ എന്താ? 6/1/4 എന്ന് പറഞ്ഞാൽ 6.25%, 1/60 ആണ്. ഫ്രാക്ഷൻ പറഞ്ഞു. പെർസെന്റേജ് അറിയാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ല. 6/1/4%. അതായത് 16 ആണ് അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നതെങ്കിൽ 1 ലോസ്. 1/16 ലോസ് എന്ന് പറഞ്ഞാൽ 16 ആണ് കോസ്റ്റ് പ്രൈസ് എങ്കിൽ 1 ലോസ് ആയിട്ട് കിട്ടുന്ന എത്രയാണ്? 15 യൂണിറ്റ് ആണ് കിട്ടുന്നത്. ഫസ്റ്റ് കേസ്. ആൻഡ് ആക്ച്വലി ഗിവ്സ് 14 grams. ഗ്രൂപ്പ് ഡിയിൽ ചോദിച്ചു 14 grams ഫോർ എവരി 16 grams മാർക്ഡ് ഓൺ ദ വെയിറ്റ്. 14 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ, അതിൽ നിന്ന് 14 പോകത്തുള്ളൂ, 16 കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ടുള്ളത് ക്യാൻസൽ ചെയ്യാം. 16 പോയി അതിൽ 14 14 വെട്ടിപ്പോത്തില്ല. 14 ഇരിക്കട്ടെ. 14 സ്ഥാനം 14 കയ്യിൽ നിന്ന് പോയാൽ 15 ഇരിക്കുന്നത്. ലാഭം എത്രയാണ്? 1/14 ആണ്. 1/14 എന്ന് പറഞ്ഞാൽ 7 1/7. കാണാതെ പഠിക്കുന്നത്. 100 ചെയ്യാം. 100/14 എന്ന് പറയുമ്പോൾ 7 വട്ടം പോവും. 100/14 1/14 നമ്മൾ കാണാതെ പഠിക്കുന്ന വാല്യൂ ആണ്. എന്ത് കിട്ടും? 14 98, ബാക്കി 2/14, അതായത് 1/7. 7 1/7%. കാണാതെ പഠിക്കുന്ന വാല്യൂ ആണ് 7/7%. പ്രോഫിറ്റ് ആണ് ലോസ് ആണെന്ന് നോക്കണം. 14 കയ്യിൽ നിന്ന് പോയാൽ 15 കിട്ടും. സിമ്പിൾ ആണെന്ന് നോക്കാം. അടുത്ത ദിവസം ഇതിന് ആൻസർ ചെയ്തിട്ട് പറഞ്ഞു. A trader claims to sell rise at a profit of 25%. 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 100 125 അങ്ങനെ എഴുതാം. 4 സാധനം അയാൾ എത്ര വിൽക്കുന്നത്? 5 വിൽക്കുന്നത്. അങ്ങനെ ചെയ്യാം. 100 സാധനം 125 കിട്ടുന്നത്. But he dishonestly uses a weight which is 15% less than the weight marked on. അതായത് 15% ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? 100 മാർക്ക് ചെയ്തേക്കുന്നെങ്കിൽ വെയിറ്റ് ഒറിജിനൽ എത്ര? 15% കുറച്ച്. 100 നിന്ന് 15% കുറച്ച് 85 അവിടെ കൊടുക്കുന്നത്. അയാളുടെ കയ്യിൽ നിന്ന് 85 പോകത്തുള്ളൂ. എത്ര കിട്ടും? 100 കിട്ടും. Find the total percentage profit earned by the business class. Round the answer to the nearest volume. നിയറസ്റ്റ് അതിലോട്ട് എന്ത് ചെയ്യണം? റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. 17 ആലോചിച്ചുകൊണ്ട് 25. അതായത് 17 സാധനം 25 വിൽക്കുന്നു. 8 ലാഭം. എത്രയില്ല? 17. അപ്പൊ നമുക്ക് എന്ത് പറയാം? 8 ലാഭം 17. ഇത് കാണുമ്പോൾ തന്നെ 16 ആയിരുന്നെങ്കിൽ 1/2 50% ആയിരുന്നു. 50% കുറവാണ് ആൻസർ. ഇതുമല്ല. അങ്ങനെ ചെയ്യാം. അപ്പൊ അതറിയാത്തവർക്ക് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. എന്ത് ചെയ്യാം? 100 8 17 8 എത്രയാണ്? 8.5 ആയിരുന്നെങ്കിൽ നമുക്ക് 50% കൊടുക്കായിരുന്നു. പകുതി കൊടുക്കായിരുന്നു. 1/2 50% അല്ല, അതിൽ കുറവായിരിക്കും. അങ്ങനെ ചെയ്യേണ്ട. 800/17 പെർസെന്റേജ് ഇടാം.
80/17 4 വെട്ടം 68 ബാക്കി 12 120 17 17 7 110 47.0 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇവര് നിയറസ്റ്റ് കൊണ്ടുവന്നത്. കൺസെപ്റ്റ് മനസ്സിലായി. ക്വസ്റ്റ്യൻസ് കാൽക്കുലേഷൻ ആണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഡെയിലി സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ചെയ്യുക. ഓരോ മെത്തേഡും നോക്കുക, പെർസെന്റേജ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കാൽക്കുലേഷൻ ഉണ്ടാവും. സെറ്റ്. കൺസെപ്റ്റിൽ ഒരു പ്രശ്നമില്ല. കാൽക്കുലേഷൻ പ്രശ്നമുള്ളവരാണ് നിങ്ങളെങ്കിൽ അങ്ങനെ ചെയ്യും. ഈ ഒരു ക്വസ്റ്റ്യന്റെ ലെവലൊക്കെ നിങ്ങൾ നോക്കണം. ഇങ്ങനെയുള്ള ക്ലാസ്സിലാണോ നിങ്ങൾക്ക് ബാക്കിയുള്ള ചാനലിൽ കിട്ടുന്നത് നിങ്ങളോട് ഒന്ന് പരിശോധിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കും. A shopkeeper cheats up to 1% by using low weight in buying and selling fruits. Then his total profit percentage. അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ എന്താ? 100-ൽ 1. ബൈയിങ് വാങ്ങുന്ന സമയത്ത്, വിൽക്കുന്ന സമയത്ത് അയാള് 1% ചീറ്റിംഗ് നടത്തുന്ന പറഞ്ഞാൽ എന്താ? അയാൾക്ക് 100 നമ്മളുടെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു? 99 അയാൾ എന്ത് ചെയ്തോളൂ കൊടുക്കും. 100 വാങ്ങുന്നെങ്കിൽ 99 കൊടുക്കത്തുള്ളൂ. പക്ഷേ മറ്റേ കേസിൽ എന്താ? ബൈയിങ്ങിന്റെ സമയത്ത്, അതായത് ആ കടക്കാരൻ ആ സാധനം വാങ്ങുന്ന സമയത്ത്, കടക്കാരൻ ആ സാധനം വാങ്ങുന്ന സമയത്ത് 1%, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, 1% ചീറ്റിംഗ് നടത്തുമെന്ന് പറഞ്ഞാൽ എന്താ? അയാൾ എത്ര കൊടുക്കും? 100 കൊടുക്കും. പക്ഷെ 101 സാധനം എടുത്തോണ്ട് പോകും. അതാണ് ബൈയിങ്ങിന്റെ സമയത്തെ. ഇത് ബൈയിങ്ങിന്റെ സമയത്ത് ചീറ്റിംഗ്. ബൈയിങ്ങിന്റെ സമയത്തെ ചീറ്റിംഗ്. ബൈയിങ്ങിന്റെ സമയത്ത് ചീറ്റിംഗ് എന്താ ചെയ്യുന്നത്? 1% ആണ് അവിടുത്തെ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അയാൾ 100 കൊടുക്കും. കടക്കാരൻ ആ സാധനം വാങ്ങുന്ന കടക്കാരൻ ആരെയുന്നാണോ വാങ്ങുന്നത് അയാൾക്ക് 100 കൊടുക്കും. പക്ഷെ 101 സാധനം അങ്ങ് എടുത്തോണ്ട് പോകും. 20% ചീറ്റിംഗ് എന്നാണ്. 20% ചീറ്റിംഗ് ഇൻ ബൈയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ബൈയിങ് എന്ന് പറഞ്ഞാൽ ബൈയിങ് എന്ന് പറഞ്ഞാൽ 100 തന്നെ കൊടുക്കുന്നത്, പക്ഷെ 120 സാധനം എടുത്തോണ്ട് പോകും. 20% ചീറ്റിംഗ് ഇൻ സെല്ലിംഗ് എന്ന് പറഞ്ഞാലോ 100 രൂപയുടെ സാധനമാണ്. 100 രൂപയുടെ സാധനം ചോദിച്ചാൽ അയാൾ എന്ത് ചെയ്തോളൂ? 80 രൂപയുടെ സാധനം കൊടുക്കും. 80 രൂപയുടെ സാധനം കയ്യിൽ നിന്ന് പോകത്തുള്ളൂ. പക്ഷെ 100 രൂപ അയാൾക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ എന്ത് കിട്ടും? നമുക്ക് റേഷ്യോ എന്ത് കിട്ടും? നമുക്ക് 100 ക്യാൻസൽ ചെയ്യാം. 99 സാധനം 101 കൊടുക്കുന്നു. ലാഭത്തിലാണ് 2. എത്രയല്ലേ? 99. 2/99. 2/99 എന്ന് പറയുമ്പോൾ 200 കൊടുക്കാം. 2 പെർസെന്റേജ്. 200/99 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 2 പോയിന്റ് സംതിങ്. എല്ലാം 2 പോയിന്റ് ആണ്. രണ്ടാമത് വരും 99 2 198. പിന്നെ 2 ശിഷ്ടം 0.2 20-ൽ 99 വരുന്നില്ല. പിന്നെ ഒരു 0 ഇട്ടു. 200/99 2.02%. ഓപ്ഷൻ ബി വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. RPF കോൺസ്റ്റബിൾ 17/1/2019 ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ. മറ്റേ ലെവലിൽ ഇന്ന് നിർത്തുമല്ല, ഇതും പഠിക്കണം. ഇതാണ് എന്റെ മാക്സിമം. കുറെ ലെങ്ത് ഉള്ളത്. ഷോപ്കീപ്പർ ചീറ്റ്സ് അപ് ടു 25% ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇൻ ഫ്രൂട്ട് ബൈ യൂസിംഗ് ലെസ് വെയിറ്റ്. ദെൻ ദ ടോട്ടൽ പ്രോഫിറ്റ് പെർസെന്റ്. ഞാൻ 100 വെച്ച് തന്നെ പറഞ്ഞിട്ടാണ് 25% 1/4 എന്ന് ആക്കുന്നത്. ബൈയിങ്ങിന്റെ സമയത്ത് 25% ചീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? അയാൾ കൊടുക്കുന്നത് 100 രൂപയായിരിക്കും, പക്ഷെ 125 സാധനം എടുത്തോണ്ട് വരും. കയ്യിൽ നിന്ന് പോകുന്നത് 100 ആണെങ്കിൽ 125 സാധനം കിട്ടും. വിൽക്കുന്ന സമയത്ത് 25% കാണിക്കുന്ന പറഞ്ഞാൽ എന്താ? 100 ആള് വന്ന് മേടിക്കുന്നത്, പക്ഷെ 25% കുറച്ച് 75 എന്ത് ചെയ്യത്തുള്ളൂ? അയാൾ തൂക്കത്തുള്ളൂ. ക്വാളിറ്റി വെയിറ്റ് കാരണം വിൽക്കുന്ന സമയത്ത്. ബൈയിങ് 100 പോയി 75 125 25 വെച്ചുമ്പോൾ 3 5. അതായത് 3ന്റെ സ്ഥാനത്ത് അയാൾക്ക് കിട്ടുന്ന എത്രയാണ്? 5 ആണ്. ലാഭം എത്രയാണ്? 2 ആണ്. 3-ല് 1/3 33.33 ആണ്. 2/3 66.6. ഇത്ര സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത്. ഇത് NDP സിലബസ് 2016. മനസ്സിലായോ? ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്? 2 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ. ഇനി ഈ ടോപ്പിക്ക് നിങ്ങൾ എവിടെയും പോയി വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഫുൾ സെറ്റ്. ഷോപ്കീപ്പർ ചീറ്റ്സ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 21% ബൈ ബൈയിങ് ആൻഡ് സെല്ലിംഗ്. 21% ബൈയിങ്ങിന്റെ സമയത്ത് കാണിക്കുന്ന പറഞ്ഞാൽ എന്താ? അയാൾ 100 രൂപയാണ് കൊടുക്കുന്നത്, 121 സാധനം എടുക്കുന്നത്. ഇങ്ങനെ പഠിച്ചാൽ മതി. 100 രൂപയുടെ സാധനം അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നു, 100 രൂപ കൊടുക്കുന്നു, 121 സാധനം അയാൾക്ക് കിട്ടുന്നു. അയാൾ എടുത്തോണ്ട് വരും. വിൽക്കുന്ന സമയത്തോ 100 രൂപയുടെ ഇവിടെ 100 രൂപ സാധനം ചോദിച്ചു വരുന്നവർക്ക് 21 കുറച്ച് 79 എന്ത് ചെയ്ത് കൊടുക്കും. ഇതാണ് അവരുടെ റേഷ്യോ. ഇത് വെട്ടിപ്പോയി 79ന്റെ സ്ഥാനത്ത് 121 കിട്ടുന്നു. 79 പ്രൈം നമ്പർ. കോമൺ ആയിട്ട് വെട്ടിക്കളയാനൊന്നുമില്ല. എത്രയാണ് ലാഭം വരുന്നത്? 21 42 ലാഭം എത്രണ്ട്? 9-ല് 0. 100-ൽ എത്ര പെർസെന്റ് എഴുതുക. ഒരു ഓപ്ഷൻ എല്ലാം ദൂരം. ഇപ്പൊ 79 ഗുണം 5 പോവും. 6 പോകത്തില്ല. 5 പോകുമ്പോൾ 350 45 395. 5 പോവും 395. കാൽക്കുലേഷൻ ഡെയിലി സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് ചെയ്യുക. എങ്കിലേ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. കാൽക്കുലേഷൻ സെറ്റ് ആകാൻ പറ്റും. ഈ ടോപ്പിക്ക് കുഴപ്പമൊന്നുമില്ല. 395 ബാക്കി 25. 250-ൽ 79 എത്ര കേട്ടോ? 79 3 കേട്ടോ.
ഇതിന് ഒരു 10 അതെ 27 53 പോയിന്റ് സംതിങ് ഓപ്ഷൻ എവിടെ ഉണ്ട് ഓപ്ഷൻ ഇതാണ് കാൽക്കുലേഷൻ ഇതാണ് അടുത്തത് ഷോപ്പ് കീപ്പർ ചീറ്റ്സ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് 15% ബൈ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഫുഡ്സ് ബൈ യൂസിങ് ടാമ്പേർഡ് വെയ്റ്റ്സ് തെറ്റായിട്ടുള്ള വെയിറ്റ് ബൈ ദ ഗെയിംസ് ഇനി ഇങ്ങനത്തുള്ള ക്വസ്റ്റൻസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്തില്ല അലട്ടത്തില്ല എല്ലാ ക്വസ്റ്റനും നിങ്ങൾ ചെയ്യും 15%. പിന്നെ നിങ്ങൾ ഡിസ്കൗണ്ട്സ് ഡീലറിന്റെ ക്ലാസ് നോക്കണമെങ്കിൽ വേറെ പോകേണ്ട ആവശ്യമുണ്ടോ വേണ്ട ഇത് കണ്ടാൽ മതി ഇങ്ങനെയുള്ള ഓരോ ക്ലാസ്സിലും എടുത്ത് കാണുക കേട്ടോ കുറച്ച് ലെങ്തി ആയാലും കുഴപ്പമില്ല ഈ ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കും 15% ചീറ്റ് ചെയ്യുന്നു വാങ്ങുന്ന സമയത്ത് അതായത് 100 കൊടുത്തിട്ട് 115 സാധനം എടുത്തുകൊണ്ടിരിക്കും രണ്ടാമത്തെ കേസിൽ 100 ചോദിച്ചു വരുന്നവർക്ക് 15 കുറച്ച് 85 സാധനം റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് പോലെ 17 ഇവിടേക്ക് 17 കയ്യിൽ നിന്ന് പോയിട്ട് 23 കിട്ടുന്നു ലാഭത്തിൽ 6 600 17% ഇടുക 17 ഗുണം 3 51 ബാക്കി 9 90 17 17 5 35 പോയിന്റ് സംതിങ് എവിടെ ഉണ്ട് ഓപ്ഷൻ ഇത്രയും വരെ കിട്ടുവാണെങ്കിൽ 35 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ 35 പോയിന്റ് കാൽക്കുലേഷൻ കണ്ടോ അല്ലെങ്കിൽ കൺസെപ്റ്റ് കണ്ടോ അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യോ ഇത് അടുത്ത ടൈം ഇവിടെ നോക്കും അടുത്ത ഇമ്പോർട്ടന്റ് ടൈം ഷോപ്പ് കീപ്പർ ക്ലെയിംസ് ടു സെൽ ഹിസ് ഗുഡ്സ് അറ്റ് എ ലോസ് ഓഫ് 10%. എന്നാൽ 1/10 ആണ് അല്ലെങ്കിൽ 100ന്റെ സാധനത്തിന് 90 വാങ്ങത്തുള്ളൂ പറയുന്നത് ബട്ട് യൂസസ് റോങ് സ്കെയിൽ ആൻഡ് മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 15%. റോങ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ എത്രയാണ് കൊടുക്കുന്നത് അറിഞ്ഞൂടാ ഞാൻ A:B വേറെ കളർ ചെയ്തു കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഇത് ഗ്രൂപ്പ് ഡിക്കുന്ന ക്വസ്റ്റ്യൻ A:B അതായത് അയാള് കയ്യിൽ നിന്ന് A പോയാൽ കിട്ടുന്നത് ബിയുടെ പൈസയാണ് ഇനി അവിടെ ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് മേക്സ് എ ടോട്ടൽ പ്രോഫിറ്റ് ഇതെന്ന് പറഞ്ഞാൽ എന്താ ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് പരിപാടിയും കഴിഞ്ഞിട്ട് ഓൾറെഡി ലോസും അയാളുടെ ഈ ഒരു കള്ളത്തരവും വെയിറ്റിന്റെ കള്ളത്തരവും കഴിഞ്ഞിട്ട് അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് 15% എന്ന് പറഞ്ഞാൽ 100ന്റെ സ്ഥലത്ത് അയാൾക്ക് എത്ര കിട്ടും 115. നമുക്ക് എന്താ വേണ്ടുന്നത് ഇതിന്റെ വാല്യൂ ആണ് വേണ്ടത് അതായത് വാട്ട് ഇസ് ആക്ച്വൽ വെയിറ്റ് റൗണ്ടഡ് ഓഫ് ടു 1 ഡെസിമൽ പ്ലേസ് യൂസ് ടു ബൈ ഹിം ഫോർ 1 കിലോ അതായത് 1 കിലോ വാങ്ങാൻ വരുന്ന ഒരാൾക്ക് അയാൾ എത്ര കിലോ കൊടുക്കും അപ്പൊ എന്ത് വേണം നമുക്ക് ഈ ഒരു റേഷ്യോ വേണം കൊടുക്കുന്ന റേഷ്യോ ഇത് കണ്ടുപിടിക്കുക എങ്ങനെ ചെയ്യുന്നത് എ എന്ന് പറഞ്ഞു 100 ഗുണം എ ആണ് ഈ 100 എന്ന് പറഞ്ഞത് 90 ഗുണം ബി ആണ് 215 ഇതൊക്കെ റേഷ്യോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഇവിടെ 100/100 ഇവിടെയുള്ള വാല്യൂവിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇവിടെയുള്ള വാല്യൂവിനെ 90 കൊണ്ട് ഡിവൈഡ് നമുക്ക് A:B എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും എ എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞാൽ 115 ഡിവൈഡഡ് ബൈ കാര്യം 90 ഗുണം ഇതാണ് ഇവിടെ എഴുതുന്നത് ഇതേ ഗുണം ഇതാണ് ഇവിടെ എഴുതുന്നത് ബൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോക്കണം ഡയറക്റ്റ് ഷോർട്ട് കട്ടും പറഞ്ഞാൽ ഇതേ ബൈ 90 നമുക്ക് എന്ത് കിട്ടും 100 പോയി 90 റേഷ്യോ 115 എന്ന് കിട്ടും അതായത് 5 വെച്ച് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 18 റേഷ്യോ 23 അതായത് 18 ആണ് എയുടെ വാല്യൂ എങ്കിൽ 23 ആണ് ബിയുടെ വാല്യൂ ഇനി ഡയറക്റ്റ് ഷോർട്ട് കട്ട് പറയട്ടെ ഇതിന്റെ നിങ്ങൾ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ 100 19 എഴുതിയാൽ മതി 90 എഴുതേണ്ട ആവശ്യമില്ല കോമൺ ആയിട്ടുള്ളത് വെട്ടിക്കളെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ 10% ലോസിനെ വെക്കുന്നത് 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ് അതായത് 10 ആണ് അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നെങ്കിൽ 9 കിട്ടുന്നു കൊടുക്കുന്ന എത്ര എയുടെ സ്ഥാനത്തും കയ്യിൽ നിന്ന് പോകുന്ന ഇത് കിട്ടുന്ന ഇത്ര ഓവറോൾ 15% പ്രോഫിറ്റ് 15% എന്ന് പറഞ്ഞാൽ 3/20 ആണ് 5% 20 പ്ലസ് 1/20 5% 3/20 20 ആണ് പോകുന്നതെങ്കിൽ 23 ആണ് കിട്ടുന്നത് 100 ഇതിനെ 5 ക്യാൻസൽ ചെയ്തിട്ടുള്ള റേഷ്യോ ആണ് ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം A:B എഴുതാം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഇതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം A:B എന്ന് പറഞ്ഞാൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഇത് ഡിവൈഡ് ചെയ്യുന്നത് ഇവിടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് തുല്യമാണ് ഇത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം 20 ഗുണം 9 180 റേഷ്യോ 23 ഗുണം 10 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ 230 റേഷ്യോ എന്ത് കിട്ടും 18 റേഷ്യോ കിട്ടും അതായത് അയാളുടെ കയ്യിൽ നിന്ന് പോകുന്ന 18 യൂണിറ്റ് ആണെങ്കിൽ അതിന് കിട്ടുന്ന എത്ര 23 യൂണിറ്റ് പൈസ ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ഇത് കുറച്ച് കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യാൻ പറ്റും A:B എന്ത് കിട്ടി നമുക്ക് A:B കിട്ടിയത് 18 റേഷ്യോ 20 ഈ 23ന്റെ വാല്യൂ ആണ് 23 പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന പൈസ കടക്കാരൻ ഒരാൾ വന്ന് കസ്റ്റമർ വന്ന് വാങ്ങുന്ന സാധനത്തിന്റെ അളവാണ് പക്ഷെ അയാൾ എത്ര കൊടുക്കത്തുള്ളൂ 18 തൂക്കി കൊടുക്കുന്നു അപ്പൊ ഈ 23ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നേക്കുന്നത് 23ന്റെ വാല്യൂ ആണ് ക്വസ്റ്റിന് തന്നേക്കുന്നത് 1000 ഗ്രാം 1 കിലോ എന്നാൽ 18ന്റെ വാല്യൂ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം 18 12000 ഡിവൈഡ് ബൈ 20 കാൽക്കുലേഷൻ സ്പീഡിലുള്ളവർ ഇത് മാക്സിമം സ്പീഡ് ചെയ്യും അല്ലാത്തവർക്ക് ഒരുപാട് ടൈം ഉണ്ട് 1800 12000 ഡിവൈഡഡ് ബൈ 180/23 18 1 പോത്തില്ല 8 പോത്തില്ല 18 പോത്തില്ല 180/23 21 ഗുണം 7 160 കാൽക്കുലേഷൻ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ കാൽക്കുലേറ്റീവ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾ നോക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് മലയാളത്തിലേക്ക് ചെയ്തില്ല കാര്യം നിങ്ങൾക്ക് എന്താവും മനസ്സിലാക്കാൻ പ്രയാസം
അപ്പോൾ 180/23 7, 23 161, ബാക്കി 19, 190, 190 23, പിന്നെയും 23 ഗുണം 8 ഉണ്ടോ, 8 പോകുമ്പോൾ 160, 24, 8 ഉണ്ട് 184, പിന്നെ 6 60 23 പോകത്തില്ല, 23 എത്ര വട്ടം, 3 വട്ടം പോയില്ല, 2 വട്ടം 782 പോയിന്റ് സംതിങ്. ഓപ്ഷൻ സി, ഓപ്ഷൻ സി എന്ത് ചെയ്യാം മനസ്സിലാവും. അപ്പൊ ഇത് ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. നമ്മൾ എന്താ ചെയ്തത് ഇവിടെ എന്താ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്തത്, കാൽക്കുലേഷൻ ആണ്. 10% ലോസ് കൊടുക്കുന്നു, 10 സ്ഥാനത്തിന് 9 ഇടുന്നുള്ളൂ. A/B നമുക്ക് അറിഞ്ഞുകൂടാ. ഓവറോൾ പ്രോഫിറ്റ് 15% ആണ്, അല്ലെങ്കിൽ നമുക്ക് 3/20 20 സ്ഥാനം 23 കിട്ടുന്നു. നമ്മളിത് A/B കണ്ടുപിടിച്ചു. 180/230, ഇത് 18/23, 23 വാല്യൂ ആണ് കിട്ടുന്നത് 1000, 18 വാല്യൂ ആണ് കിട്ടുന്നത് 23 അറിയാം, 1000 ഗ്രാം 18 വാല്യൂ എന്ന് റേറ്റ് ചെയ്യുന്നു 180. ഇത്രയും പ്രോസസ് ആണ് നമ്മൾ ചെയ്തത്. പക്ഷേ ഇതിലുള്ള കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, കാര്യം സെറ്റായിട്ട് പഠിക്കുക. സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പഠിക്കുക. ഇതിലും ഇത്രയും സമയത്ത്, ഇത്രയും കുറഞ്ഞ സമയത്ത് ഇത്രയും ക്വസ്റ്റ്യൻ കിട്ടുന്ന, ഇത്രയും കൺസെപ്റ്റ് കിട്ടുന്ന, ഇത്രയും കാൽക്കുലേഷൻ കിട്ടുന്ന ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടത്തില്ല, ഞാൻ ഉറപ്പ് തരാം. സ്പീഡിൽ പറയുന്നത് ഒരുപാട് സ്പീഡാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കും. പഠിക്കാം, അല്ലാത്തവർക്ക് കാണണ്ട, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. യെസ്, അപ്പോൾ ഇന്ന് ഡിസോണസ്റ്റ് ഡീലർ അടിപൊളിയായിട്ട് ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു. ഡിസോണസ്റ്റ് ഡീലറിന്റെ കുറച്ചുകൂടെ ക്വസ്റ്റൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസോണസ്റ്റ് ഡീലർ 2 ക്ലാസ് സെപ്പറേറ്റ് വേറെ ചെയ്തിട്ടുണ്ട് SSCക്ക് വേണ്ടി. അത് കാണാം, എന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും വന്നിട്ടുള്ള എല്ലാ ടൈപ്പും ചെയ്തിട്ടുണ്ട്. ഇനി ഇതേപോലെ സെക്ഷനിലായിട്ടുള്ള ഓരോ ടോപ്പിക് വൈസ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് പറയാം. നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. പക്ഷേ കമന്റ് ആയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ട് പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഒക്കെ എടുത്ത് നോക്കുക, എല്ലാം പഠിക്കാൻ ശ്രമിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. കാണാൻ വിശ്വസിച്ചോടെ നമുക്ക് നിർത്താം. യെസ്.